ഞാൻ അടുക്കളയിലോട്ട് കയറിയ അപ്പോൾ കാശിക്കുട്ടൻ എൻ്റെ പുറകെ ഇപ്പോൾ എത്തുട്ടോ. ഞാൻ എടുക്കുന്ന പാത്രങ്ങളെല്ലാം ആൾക്കും വേണം, അതില്ലാതെ അവൻ സമ്മതിക്കത്തില്ല കേട്ടോ. ചിക്കനാണ് കുഞ്ഞിന് വേണോ? കുട്ടി താല്പര്യകക്ഷിയല്ല കേട്ടോ, ചിക്കനൊന്നും ആൾക്ക് ഇഷ്ടമില്ല. അപ്പം ചേച്ചിക്ക് നമുക്ക് ഇന്ന് ചിക്കൻ ഉണ്ടാക്കി കൊടുത്താലോ? ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാം ചേച്ചിക്ക്. ഞോ 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 ഞോ. ഹായ് പറഞ്ഞേ, അവിടെ നോക്കി ഹായ് പറഞ്ഞേ. അവിടെ 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 അവിടെ. അടുക്കളയിൽ വന്നിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം കാശിക്കൂട്ടൻ ചെയ്യട്ടോ. ഇപ്പം എൻ്റെ കുപ്പിഭരണി എല്ലാം താഴെ ഇട്ട് പൊട്ടിച്ചാനേ. അപ്പം ഞാൻ ആ പാത്രം കൊടുത്തു വിട്ടു, ആള് പോയി കേട്ടോ. പാത്രത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കി തരുന്നത്. കുട്ടികൾക്കെല്ലാം സ്കൂൾ കൂട്ടിയപ്പോൾ കുട്ടികൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കിത്താമേന്നും പറഞ്ഞ് ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ മഞ്ജിമയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് അവൾക്ക് ചിക്കനാണ് വേണ്ടത്. അമ്മ എപ്പോഴും ഉണ്ടാക്കി തരുന്ന ചിക്കൻ ഫ്രൈ ഒന്നും ഉണ്ടാക്കി തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് മഞ്ജിമ പുറകെ നടക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഉണ്ടാക്കി കൊടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ തൈര് മിക്സാക്കി 15 മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം എന്താ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഉലുവ പൊടിച്ചത്, ജീരകം പൊടിച്ചത്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഞാൻ മിക്സ് ആക്കാന്ന് പറഞ്ഞപ്പോൾ മഞ്ജിമ സമ്മതിക്കില്ല കേട്ടോ. എല്ലാം അമ്മ എടുത്തു തന്നാൽ മതി, മിക്സ് ചെയ്യുന്നതൊക്കെ ഞാൻ മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ് കേട്ടോ. മഞ്ജിമയ്ക്ക് പാചകത്തിനോട് നല്ല താല്പര്യമാണ് കേട്ടോ. അപ്പം ഞാനും വിചാരിച്ചു എല്ലാം പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ. പക്ഷെ തീയലൊന്നും ഗ്യാസേലൊന്നും അധികം കളിപ്പിക്കാറില്ല കേട്ടോ. കുട്ടികളെല്ലാം ഇപ്പോൾ വെറുതെ വീട്ടിലിരുന്ന്, തുടക്കമാണെങ്കിലും വെറുതെ വീട്ടിലിരുന്ന് ആകെ മുഷിയുന്നുണ്ടാവും. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യട്ടെ അല്ലേ. നിന്ന് കാല് കഴിച്ചു, രാവിലെ തൊട്ടുള്ള നിപ്പാണേ. അപ്പോൾ കുറച്ച് നേരം ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ കയറിയിരുന്ന് നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ വേണം കേട്ടോ. അതെല്ലാം ചതച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കാശിക്കുട്ടൻ പാത്രം വെച്ചുള്ള കളിയും കഴിഞ്ഞ് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എൻ്റെ ഇടിക്കുന്ന കല്ലിലാണ് അവൻ്റെ നോട്ടം. അതെടുത്തപ്പോഴത്തേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന മസാല കുറച്ച് കയ്യിലായപ്പോഴത്തേക്കും ആളവിടുന്ന് വണ്ടി വിട്ടു കേട്ടോ. മസാല പുരട്ടിയ ചിക്കൻ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. നല്ലോണം മസാലയെല്ലാം പിടിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ വറക്കാൻ നേരത്തെ അതിലേക്ക് കോൺഫ്ലവർ ഇടണം കേട്ടോ. അത് മുഴുവൻ അങ്ങ് കുടഞ്ഞിട്ടോന്നാണ് മഞ്ജിമ പറയുന്നത്. അത്രയും കോൺഫ്ലവർ ഒന്നും ഇട്ട് കൊടുത്താൽ ശരിയല്ലല്ലോ. ഇനി നമുക്കത് വറക്കാൻ വെക്കാം. വറക്കാൻ അത്യാവശ്യം നല്ലതുപോലെ വെളിച്ചെണ്ണ ഒഴിക്കണം. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, വെളിച്ചെണ്ണയിൽ വറക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ്. ഇപ്പോഴത്തെ വെളിച്ചെണ്ണയുടെ വിലയ്ക്ക് അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയാം. നമ്മളെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരം മൂപ്പിച്ച് അതിൻ്റെ സോഫ്റ്റ്നെസ് അങ്ങ് പോവും. അപ്പോഴേക്കും മഞ്ജിമേൻ്റെ അച്ഛൻ കടയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം രാത്രി നടക്കുന്ന കലാപരിപാടികളാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ. പിന്നെയും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ, നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈക്ക്. മഞ്ജിമ കണ്ടില്ലേ, സൂപ്പർ കാണിക്കുന്നുണ്ട്. ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മളെ ചിക്കൻ വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക.